Hi friends, welcome to my venue. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ജോർജറ്റിലെ ഇത് ഹാൻഡ് വർക്കുള്ള കുർത്തീസ് കാണിച്ചായിരുന്നു. അപ്പം നമുക്കിപ്പോൾ കോട്ടണിലെ ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് കോട്ടണിൽ സിമ്പിൾ ഇത് ഇത്രയും ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ തനിയെ ചെയ്യിപ്പിക്കുന്ന വർക്കാണ്. ഒന്നും എന്താ പറയുക, പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചു കൊണ്ടുവരുന്ന വർക്കല്ല. അപ്പം നമുക്ക് ഇത് ഞാൻ വേറെ ചെയ്തേക്കുന്നത് ഈ ഒരു ബാത്തിക് പ്രിന്റ് വരുന്നതാണ്. കോട്ടൺ ആണ്, എ ലൈൻ ആണ്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ കൊടുത്തേക്കുന്നത് ഹെവി ഹാൻഡ് വർക്കാണ്. ഞാൻ കാണിച്ചു തരാം അതിന്റെ പീസ്. ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ഇത്രയും ഹെവി ഹാൻഡ് വർക്കാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യിച്ചേക്കുന്നത്. കണ്ടോ, ഇതുപോലെ അജ്രക്കിന്റെ പാച്ച് കൊടുത്തിട്ട് അത്രയും ഹെവി ഹാൻഡ് വർക്കാണ്. അപ്പം ഫസ്റ്റ് ഞാനിപ്പോൾ ഈ വേറെ ചെയ്തേക്കുന്ന ഈ ഒരു സെയിം പാറ്റേൺ ഇതുപോലെ പ്രിന്റ് വരുന്നത്. സെക്കൻഡ് വന്നേക്കുന്ന കോട്ടണിൽ തന്നെ ഇതേപോലെ പ്രിന്റ് വരുന്നത്. കണ്ടോ, ഇതുപോലെ നല്ല ഹെവി ആയിട്ട് കോട്ടണിൽ ജോർജറ്റിന്റെ പാച്ച് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്കാണ്. അപ്പം ഞാൻ ഓരോന്നും വേറെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട്. ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് ഓരോന്ന് കാണിക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഹെവി ഹാൻഡ് വർക്കാണ്, അത്രയും ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അത്രയും ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ പ്രിന്റ് വരുന്നത് ഇതാണ്. ഇതുപോലെ സ്ലീവിൻ്റെ എൻഡിലോട്ടും ഇതുപോലെ പാച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേൺ. പിന്നെ വന്നിട്ട് കോട്ടണിൽ തന്നെ അജ്രക്കിൻ്റെ പ്രിൻ്റാണ്, പ്യുവർ അജ്രക്കല്ല. ഇതുപോലെ ഹാൻഡ് വർക്ക് ഇത് കണ്ടോ, ചെറിയ കട്ട് ബീഡ്സ്. ഇത് ബ്ലാക്ക് കട്ട് ബീഡ്സും സിൽവർ കളർ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതുപോലെ എന്നിട്ട് സിൽവർ കളർ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് നെക്കിലും ഇവിടോട്ടും. പിന്നെ അത് തന്നെ വി നെക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഇത്രയും ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബക്കറ്റ് ഷേപ്പ് യോക്ക് കൊടുത്തിട്ട് ഓരോ ഇതും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പാറ്റേൺ. പിന്നെ വന്നിട്ട് ഇതെല്ലാം ജയ്പൂർ കോട്ടണിൻ്റെ ഇതാണ്, പ്യുവർ ഒരു മൊഡാൽ മസ്ലിൻ ഫാബ്രിക് ആണ്. ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്. ഇത് ഒത്തിരി പേർക്ക് റിസീവ് ചെയ്തിട്ടുള്ള അറിയാം. ഇതുപോലെ എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഇതുപോലെ ഫോയിൽ മിറേഴ്സ് വെച്ചിട്ട് ഫുള്ളി പേൾ വർക്കും ത്രെഡും കൊണ്ടുള്ള ഒരു എംബ്രോയിഡറി ആണ്. ഇതുപോലെ കണ്ടോ നെക്കിലോട്ട്. പിന്നെ ഇത് വന്നിട്ട് ഇതും ഒരു മൊഡാൽ മസ്ലിൻ ഫാബ്രിക് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇതുപോലെ ഹെവി ഹാൻഡ് വർക്കാണ്. ഇതുപോലെ കണ്ടോ കട്ട് ബീഡ്സ്, ഇതെല്ലാം കട്ട് ബീഡ്സ് കൊണ്ടുള്ള വർക്കാണ്. നെക്കിലോട്ടും ഒരു ലെയർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഫോയിൽ മിറേഴ്സും ഉണ്ട്. നല്ല വർക്കാണ് കേട്ടോ ഇതൊന്ന്. പിന്നെ ഇതൊരു സെമി സിൽക്ക് പോലെ വരുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതിനകത്ത് അജ്രക്കിൻ്റെ ജോർജറ്റിൻ്റെ യോക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഷുഗർ ബീഡ്സ് എല്ലാം കൊടുത്തിട്ട് ഇതുപോലെ പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്. അടുത്തത് ഇതുപോലെ തന്നെ ഒരു മൊഡാൽ മസ്ലിൻ ഫാബ്രിക് തന്നെയാണ്. ഇതുപോലെ വരും. ആ നേരത്തെ കാണിച്ചതിൻ്റെ കളറാണ് കേട്ടോ ഇത് യെല്ലോ കളർ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതെല്ലാം ചെറിയ മിറേഴ്സും ത്രെഡും ആണ് കേട്ടോ ഈ വർക്കെല്ലാം വരുന്നത്. ഇതാണ് വരുന്നത്. ഇതിനൊരു ദുപ്പട്ട ഉണ്ട് കേട്ടോ. ഇതുപോലെ ദുപ്പട്ട പെയർ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ഇല്ല. ഇതുപോലെ കണ്ടു, ഇതുപോലെ ചെറിയ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു വർക്കുള്ള ദുപ്പട്ടയാണ് ഇതിനകത്ത് പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ ഇത് വന്നിട്ട് കോട്ടണിൽ തന്നെ പേൾ വർക്കാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതുണ്ട്, ഇതുപോലെ ചെറിയ പേൾ വർക്ക് സൈഡിലെല്ലാം ചെയ്തേക്കുന്നത് പേൾ കൊണ്ടുള്ള വർക്കാണ്. ഇത് വിത്ത് ലൈനിങ് ആണ്. ഈ ബാത്തിക്കിൻ്റെ ഈ പ്രിന്റ് വന്നിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ എൻഡിലോട്ടും ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഈ ഒരു വർക്ക് വരുന്നത്. അടുത്തത് ഇതുപോലെ ഇത് ഫുൾ വർക്കാണ്. നമ്മൾ ഇത്രയും ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കണ്ടോ, നല്ല അത്രയും ഫിനിഷിങ് വരുന്ന ഒരു വർക്കാണ്. ത്രെഡ് അതിൻ്റെ ഉള്ളിലെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതൊരു പാറ്റേൺ. അപ്പോൾ ഇതെല്ലാം ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോയിൽ. അപ്പം ഇതിൻ്റെ എല്ലാം ഇപ്പം ഞാൻ ഷോപ്പിൽ നിന്ന് ഇത് ഡയറക്റ്റ് എടുത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലസ് സൈസോ ഒരുപാട് സൈസസോ ഉണ്ടാവില്ല, ലിമിറ്റഡ് പീസസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡി ടു ഡെസ്പാച്ച് പീസസും ആണ്. വേണമെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.